അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ പലരുടെയും ജീവിതം പല തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ഭൗതികന്മാരെടുത്ത് നോക്കുക, അവരുടെ ജീവിതം മുഴുവൻ ഒരു ഭൗതിക ആസക്തിയിൽ, സുഖലോലുപതയിൽ, ഉന്മാദത്തിലായിരിക്കും. ആധ്യാത്മികമായിട്ട് ചിന്തിച്ചു നടക്കുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ അവരൊരു തരം ഏകാന്തത, വിരക്തി, വൈരാഗ്യം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം. ദൈവ നിഷേധികളുണ്ട്, ദൈവവിശ്വാസികളുണ്ട്. ഈ ഭൗതികന്മാരെന്ന് പറയുമ്പോൾ അവർ ദൈവ നിഷേധികളാവണമെന്നില്ല, ദൈവവിശ്വാസികളായിരിക്കും പുറമെ, പക്ഷെ ഭൗതികതയായിരിക്കും അവരുടെ ജീവിതത്തെ നയിക്കുന്നത്. ഇനി വേറെ ചിലരുണ്ട്, ജീവിതത്തിൻ്റെ കുറച്ച് ദൈവത്തിന് കൊടുക്കും, കുറച്ച് സീസറിന് കൊടുക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിലര് ഭൗതികന്മാരായിട്ട് മാറുന്നത്? ചിലർ തികഞ്ഞ ആധ്യാത്മിക ചിന്തകരായിട്ട് മാറുന്നത്, ചിലര് വേറെ കോലത്തിലേക്കൊക്കെ പോകുന്നത്? നമുക്കറിയാം, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് പ്രശ്നം, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പമാണ്. ഇത് മൗലികമായൊരു പ്രശ്നമാണ്. എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ജനിച്ചത്? ഈ ഭൂമിയിൽ എൻ്റെ ദൗത്യം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എന്താണ്? മരണത്തോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കുന്നു. മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു ഇത്യാദി ചോദ്യങ്ങൾക്കിടെ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. അത്തരം ചിന്തകളില്ല, അത്തരം ചോദ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിചാരമില്ല, അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമില്ല. അതുകൊണ്ടാണ് പലരുടെയും ജീവിതം നമുക്ക് ഈ രീതിയിൽ ഒന്നുകിൽ ഭൗതിക പ്രമത്തമാകുന്നു, അല്ലെങ്കിൽ വളരെ ദുർബലമായ ആധ്യാത്മിക തലത്തിലേക്ക് മാറുന്നു. ചിലര് നിഷേധ ഭാവത്തിലേക്ക് ജീവിതത്തെ തള്ളിവിടുന്നു. ചിലരെ പകുതി ദൈവത്തിനും പകുതി സീസറിനുമായി ജീവിതം പങ്കുവെക്കുന്നു, അലസമായി ജീവിച്ചു പോകുന്നത് നമ്മൾ കാണുന്നു. ഇത് ഈ ആധുനിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നമ്മൾ ധരിക്കരുത്. ലോകത്തെന്നും ഇങ്ങനെ ജീവിതത്തെ പല രീതിയിൽ സമീപിച്ചവർ ഉണ്ടായിട്ടുണ്ട്. റമദാനിലാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ, വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ച മാസം. വിശുദ്ധ ഖുർആനിൽ ഇതുപോലെ വ്യത്യസ്തമായ ജീവിതത്തെ സമീപിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്, സൂചനകളുണ്ട്, ചർച്ചകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാല അദ്ദേഹത്തിന്റെ അഭിസംബോധിതരെ നേരിട്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഈ ഐഹിക ജീവിതം മാത്രമാണ്. ഇൻഹിയ ഇല്ല ഹയാത്തിന ദുനിയ നമൂതു വനഹിയ വമാ യുഹ്ലികുന ഇല്ല ദഹർ. ഇതൊരു ജീവിത കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല അഭിസംബോധിതർ അറബികൾ, അവർ പറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത് ഈ ഐഹിക ജീവിതം മാത്രം. ഞങ്ങളിവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കും. കാലമാണ് ഞങ്ങളുടെ ജീവിതത്തെ എടുക്കുന്നത്, ആയുസ്സാണ് ഞങ്ങളെ മരിപ്പിക്കുന്നത്. വേറെ ഒരു ബാഹ്യശക്തികളൊന്നും ഇതിൽ ഇടപെടാൻ ഞങ്ങൾക്കില്ല. ഇത് അന്നത്തെ ആ സമൂഹം വെച്ചു പുലർത്തിയിരുന്ന ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ജീവിതം എന്ന് പറയുന്നത് ഇവിടെ മാത്രമുള്ള ജീവിതം, അതിവിടെ കൊണ്ട് അവസാനിക്കും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്രസ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ ഇത്തരം ഒരു കാഴ്ചപ്പാടിന്, ഇത്തരം ഒരു സമീപനത്തെയാണ് യഥാർത്ഥത്തിൽ നേരിട്ടത്. കാഴ്ചപ്പാട് മാറുക എന്ന് പറയുന്നത് എങ്ങനെയാണ്?
ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, വിചാരങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്, മനോഭാവങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്. മനോഭാവത്തിലും ചിന്തയിലും മാറ്റം വരുമ്പോൾ ആണ് വിശ്വാസത്തിൽ മാറ്റം സംഭവിച്ച് കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് മൗലികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചത് അവരുടെ വിശ്വാസത്തെയും ചിന്തയെയും മനോഭാവത്തെയും ഒക്കെ മാറ്റിയെടുത്തുകൊണ്ടാണ്. അവർ തന്നെ പറഞ്ഞ ജീവിതത്തെക്കുറിച്ച് അവർ പറഞ്ഞു, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അവർ തന്നെ വെച്ചു പുലർത്തിയ ചില കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചില പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ ജീവിതത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. വാലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുൻ ബൈനകും വതകാസുറുൻ ബൈനൽ അംവാലി വൽ ഔലാദി കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്. ഇങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ ഹദീദിലെ സൂക്തങ്ങൾ. എന്താണ് അതിൽ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതം എന്ന് പറയുന്നത് കളി, വിനോദം, ആർഭാടം, പൊങ്ങച്ചം പറച്ചിൽ, മക്കളുടെ പേരിലെ സമ്പത്തിന്റെ പേരിലുള്ള പെരുമ നടിക്കൽ, ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. മഴയിൽ വന്ന കൃഷി അത് കർഷകരെ വിസ്മയിപ്പിക്കുന്നത് പോലെ കുറച്ചു കഴിഞ്ഞ് ഈ മഴയിൽ മുളച്ച് വളർന്നു വന്ന ഈ സസ്യങ്ങളൊക്കെ മഞ്ഞളിച്ച് വൈക്കോലായി പരിണമിക്കുന്നു പറയുന്നത്. എന്താണ് വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? ഇവിടെ കളിയെക്കുറിച്ച് പറഞ്ഞു. എന്താ കളി? അത് കുട്ടിക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികൾ കളിക്കുന്നു, കളി ഇഷ്ടപ്പെടുന്നു, വ്യത്യസ്ത കളികളിൽ ഏർപ്പെടുന്നു. കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രവണതയാണ് കളി എന്ന് പറയുന്നത്. വിനോദം എന്ന് പറയുന്നത് കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കളിയിൽ നിന്ന് കുറച്ചും കൂടി കുട്ടികളുടെ പ്രായം കൗമാരത്തിലേക്ക് വരുമ്പോൾ അത് വിനോദമായിട്ട് മാറും. ആർഭാടം എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടിപൊളി സ്റ്റൈൽ എന്ന് പറയുന്നത് ആർഭാടം, ആർഭാട വസ്ത്രം, ആർഭാട വാഹനം, ആർഭാട ജീവിതം എന്ന് പറയുന്നത്. പൊങ്ങച്ചം പറയുക എന്ന് പറയുന്നത് യുവത്വമൊക്കെ പിന്നിട്ട് കുടുംബജീവിതമൊക്കെ മുന്നോട്ട് പോയി, പിന്നെ മക്കളായി, അവരുടെ വിദ്യാഭ്യാസമായി, അവരുടെ വിവാഹമായി, അവരുടെ തൊഴിലായി, പിന്നെ ഒരു പൊങ്ങച്ചം പറച്ചിലേക്ക് മനുഷ്യൻ മാറുന്നു. പിന്നെ അതും കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അപ്പം മക്കളൊക്കെ വലുതായിട്ടുണ്ടാവും, പല നിലയിലെത്തിയിട്ടുണ്ടാവും, പല അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും, പറയാൻ പലതും ഉണ്ടാവും. പിന്നെ അവിടെ ഒരു പെരുപ്പം നടിക്കലിൻ്റെ മാറും. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചിടുന്നത് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ 5 സൈക്കിളുകളാണ്, 5 ചക്രങ്ങളാണ്. ശൈശവം, കൗമാരം, യുവത്വം, മധ്യവയസ്കത, വാർദ്ധക്യം എന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ ചക്രങ്ങളിലൂടെ കടന്നു പോകണമെന്നില്ല. ചിലർ വളരെ നേരത്തെ മരിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ചക്രങ്ങളിലൂടെയും കടന്നു പോകും എന്നൊക്കെ പറയാം. എന്നാൽ കുറെ കാലം ജീവിക്കാൻ ആയുസ് കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ചക്രങ്ങളിലൂടെ കടന്നു പോകും. ഏറ്റവും ഒടുവിൽ മരണപ്പെടും എന്നതാണ്. ഈ ചക്രങ്ങൾ നിശ്ചയിച്ചത് ആരാണ്? ജീവിതത്തിൻ്റെ. ഇത് മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ, അവനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ യുക്തിയാണ്. നമ്മളല്ല നമ്മുടെ ജീവിതത്തിന്റെ ചക്രങ്ങൾ സംവിധാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. നമ്മളല്ല നമ്മുടെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ, പ്രവചിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അപ്പൊ അത് ആരോ ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്. ഈ ഒരു ചിന്ത അതാണ് ജീവിതത്തെ പാകപ്പെടുത്തുന്നത്, ജീവിതത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. മുഹമ്മദ് നബി ഈ തരത്തിലാണ് അല്ലേ അവരുടെ വീണ്ടു വിചാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇന്നക്ക മയ്യത്തുൻ വഇന്നഹും മയ്യത്തുൻ, നീ ഒരു നാൾ മരിക്കും, അവരും മരിക്കും. മരിക്കുമെന്നുള്ള ഒരു ചിന്ത ആർക്കും അത് തടയാൻ സാധിക്കില്ല, നിയന്ത്രിക്കാൻ സാധിക്കില്ല. മരണബോധം, മരണചിന്ത. മരണാനന്തരം സത്വാസൂൻ, നിങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ മരണാനന്തരം ഒരു പുനരുത്ഥാനം, ഒരു ജീവിതമുണ്ട്.
ആ ജീവിതത്തിൽ ഇവിടെ ജീവിച്ചതിന്റെ കണക്ക് പറയേണ്ടതുണ്ട്. അക്കൗണ്ടബിലിറ്റി എന്ന് നമുക്ക് പറയാം. അക്കൗണ്ടബിലിറ്റി, ഞാനിവിടെ എന്തൊക്കെ ചെയ്തു. ഇവിടെ അണുമണി തൂക്കം നന്മ ചെയ്തവർ അവിടെ അതിന്റെ പ്രതിഫലം അനുഭവിക്കും. ഇവിടെ അണുമണി തൂക്കം തിന്മ ചെയ്തവർ അവിടെ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കും. ഇതാണ് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. എനിക്ക് കിട്ടിയ അവസരം, ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടിയ അവസരം, എനിക്ക് പ്രപഞ്ചനാഥൻ നൽകിയ അനുഗ്രഹങ്ങൾ, എൻ്റെ ശേഷികൾ, എൻ്റെ നോളജ്, എൻ്റെ ക്ഷമതകൾ, ഇതെല്ലാം ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? നന്മക്ക് വേണ്ടിയിട്ടാണോ? നന്മ ചെയ്യാനാണോ? എങ്കിൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ എനിക്കതിൻ്റെ പ്രതിഫലം അനുഭവിക്കാം. അതല്ല, ഇവിടെ പരിസരം മറന്ന്, ലക്ഷ്യബോധമില്ലാതെ, ഉത്തരവാദിത്തമില്ലാതെ ഞാൻ തോന്നിയപടി ജീവിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതവും ഞാൻ നാളെ അനുഭവിക്കേണ്ടി വരും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള രീതിശാസ്ത്രങ്ങളിലൂടെ, ഉത്ബോധനങ്ങളിലൂടെ, സതുപദേശങ്ങളിലൂടെ, പാഠങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആനും അത് ലോകത്തെ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹത്തെ മാറ്റിയെടുത്തത്. ഇതാണ് റമദാനിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലൂടെ കൂടുതൽ നമ്മൾ കടന്നു പോകുന്ന ഒരു മാസം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. റമദാൻ മാറ്റങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരു മാസമാണ്. ആ മാറ്റം നമ്മുടെ മനോഭാവത്തിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം, അത് നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രതിഫലിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു ആരെയും മാറ്റുകയില്ല. ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല, അവർ സ്വയം മാറാൻ തയ്യാറാകുന്നത് വരെ. ഇത് സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഉദാത്തമായ, ശ്രദ്ധേയമായ ഒരു ദർശനമാണ്. ഇത് വ്യക്തിയെക്കുറിച്ചും നമ്മൾ പരിഗണിക്കണം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ ഞാൻ ആദ്യം തീരുമാനിക്കണം. വേറെ ആരും തീരുമാനിച്ചിട്ട് കാര്യമില്ല. സമൂഹവും ഒരു മാറ്റം ആവശ്യമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാറാൻ തയ്യാറാകണം. എവിടെയാണോ മാറ്റം ആവശ്യമായിട്ടുള്ളത് അവിടെ മാറ്റം ഉണ്ടാകണം. ഈ റമദാൻ മാസം ആ രീതിയിൽ മാറി ചിന്തിക്കുവാൻ, ജീവിതത്തെ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നല്ല മനുഷ്യരാകുവാൻ, മരണാനന്തരം നന്മകളുടെ പ്രതിഫലം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വഅസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.